എല്ലാവർക്കും നമസ്കാരം. പ്രൊഡക്റ്റ് അവയർനെസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നിവിടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എലമെൻറ്റ്സ് വെൽനസ് ഉൽപ്പന്നമായ നെർവ് എനർജിയെക്കുറിച്ചാണ്. നെർവ് എനർജി നമ്മുടെ ശരീരത്തിലെ ഞരവിന് എനർജി കൊടുക്കാനുള്ള ഒരു ഉൽപ്പന്നമാണ് നെർവ് എനർജി. നമ്മുടെ ശരീരത്തിൽ ഞരവിൻ്റെ പ്രവർത്തനം ഒത്തിരിയാണ് അല്ലേ. ലക്ഷക്കണക്കിന് ഞരവുകൾ നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഞരവിൻ്റെ പ്രവർത്തനം നമ്മുടെ ശരീരത്തിൽ ഒരു ഇലക്ട്രിസിറ്റി പോലെയാണ്. ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും ഒരുപാട് ഞരവുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു ഇലക്ട്രിസിറ്റി എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമ്മുടെ ബ്രെയിനിൽ നിന്നും ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും കൃത്യമായി പ്രവർത്തിക്കുകയും അതുപോലെ തന്നെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ബ്രെയിനിലേക്കും കൃത്യമായി ഞരവിൻ്റെ പ്രവർത്തനം നടക്കുന്നതിന് മാത്രമേ ഞരവിൻ്റെ പ്രവർത്തനം നല്ല രീതിയിൽ നിന്ന് പറയാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഞരവിൻ്റെ ഒരറ്റത്ത് ന്യൂറോൺസും മറ്റേ അറ്റത്ത് ഡെൻഡ്രോൺസും ആണ്. ഇത് രണ്ടും കറക്റ്റ് ആണെങ്കിൽ മാത്രമേ ഞരവിൻ്റെ പ്രവർത്തനം നല്ല രീതിയിൽ നടക്കുകയുള്ളൂ. അപ്പോൾ നെർവ് ഫങ്ഷൻ ട്രാൻസ്മിറ്റിംഗ് സിഗ്നൽ ടുവർ ദ ബോഡി എന്ന് വെച്ചാൽ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ബ്രെയിനിൽ നിന്നും ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് കൃത്യമായിട്ട് ഞരവിൻ്റെ പ്രവർത്തനം നടക്കണം. അതുപോലെ ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ നിന്നെല്ലാം ബ്രെയിനിലേക്കും ഞരവിൻ്റെ പ്രവർത്തനം നല്ല രീതിയിൽ നടക്കണം. അപ്പോൾ ഇത് നല്ല രീതിയിൽ നടന്നില്ലെങ്കിൽ ബ്രെയിനിൻ്റെ നെർവുമായി കണക്ട് ചെയ്ത് വരുന്ന നോളജ്, മെമ്മറി, പിന്നെ സ്റ്റോറേജ്, പിന്നെ റീസ്റ്റോറേജ്, തരിപ്പ് പോലത്തെ പ്രശ്നങ്ങളൊക്കെ. അപ്പോൾ ഡെൻഡ്രോൺസും ന്യൂറോൺസും ഡാമേജ് വന്നാൽ പല രീതിയിലുള്ള ബ്രെയിൻ ഫോഗ് നെർവ് സംബന്ധമായി അനുഭവപ്പെടുന്നു. അപ്പോൾ വേദന, തരിപ്പ്, വൈറ്റമിൻസിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, മിനറൽസിൻ്റെ പ്രശ്നങ്ങൾ, ബ്ലഡ് ഷുഗർ കാരണം പല രീതിയിൽ ഡയബറ്റിക് ഇഷ്യൂസ് ബോഡിയിൽ വരുമ്പോൾ ഡയബറ്റിക് ന്യൂറോപ്പതി, അതുപോലെ ഡയബറ്റിക് ക്രിറ്റിനോപ്പതി, അതുപോലെ ഹാർട്ട് ഇഷ്യൂസ്, സ്ട്രോക്ക്, ഡയബറ്റിക് നെഫ്രോപ്പതി, ഹാർട്ടുമായി കണക്ട് ചെയ്യുന്ന ബ്ലഡ് ബീജം ഡാമേജ് വരുമ്പോൾ ഇത്രയുള്ള പ്രശ്നങ്ങളൊക്കെ അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ ഞരവിൻ്റെ പ്രവർത്തനമായിട്ട് ഡാമേജ് വരുമ്പോഴുള്ള പ്രശ്നങ്ങൾ വേറെ എന്താണെന്ന് വെച്ചാൽ ബലഹീനത അനുഭവപ്പെടുന്നുണ്ട്. അതുപോലെ കൈവിറയൽ അനുഭവപ്പെടുക, ശ്വാസം മുട്ടൽ, പേശി ഞരമ്പുകൾ മുറുകിയ പോലെ അവസ്ഥ ഉണ്ടാവാം. വേറെ ബ്ലഡ് സർക്കുലേഷൻ കുറയുന്നവർക്കും അതുപോലെ തന്നെ സ്ത്രീകൾക്ക് ഹോർമോണിൻ്റെ വേരിയേഷൻ വരുമ്പോൾ മെനോപോസിൻ്റെ സമയത്ത് അവർക്ക് നെർവ് ഹെൽത്തിനെ ബാധിക്കുന്നു. അപ്പോൾ ഇങ്ങനെ പല പ്രശ്നങ്ങൾ വരുമ്പോൾ ആൾക്കാർ മാർക്കറ്റിൽ നിന്നും പല മരുന്നുകൾ വാങ്ങി കഴിക്കാറുണ്ട്. അപ്പോൾ മാർക്കറ്റിൽ പല രീതിയിലുള്ള പ്രൊഡക്റ്റ് അവൈലബിൾ ആണ്. അപ്പോൾ എങ്കിലും ഇങ്ങനെയൊക്കെ പല രീതിയിലുള്ള പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിക്കുമ്പോൾ സൈഡ് എഫക്റ്റ് വരാറുണ്ട്. അപ്പോൾ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവാറുണ്ട് അതിനെ കൊണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അവസരത്തിലാണ് വളരെ അധികം സേഫായിട്ടുള്ളതും വളരെ എഫക്റ്റായിട്ടും ഉള്ള നല്ലൊരു കോമ്പിനേഷനാണ് എലമെൻറ്റ്സ് വെൽനസ് നെർവ് എനർജി. ഈ ഒരു പ്രൊഡക്റ്റ് നെർവ് ഹെൽത്തിനെ സപ്പോർട്ട് ചെയ്യുന്നു. നെർവിനെ എനർജിക്ക് ചെയ്യാനും റിജുവിനേറ്റ് ചെയ്യാനും ഇതിന് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു ന്യൂട്രാസ്യൂട്ടിക്കൽ സപ്ലിമെൻ്റ് ആണ്. വൈറ്റമിൻസിനെയും മിനറൽസിനെയും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. വേറെ തന്നെ നമുക്ക് മണ്ടൂകമരണി, ശംഖുപുഷ്പം, ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് നെർവ് ഹെൽത്തിനെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം വേറെ എന്താ വെച്ചാൽ ബ്രഹ്മി, പോളിക് ആസിഡ്, വിറ്റാമിൻസ്, വിറ്റാമിൻ 12 ഇതൊക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഫ്യൂഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി മാഗ്നീഷ്യം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഒരു ന്യൂട്രാസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻറ്റ് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഓർഗാനിസത്തിൻ്റെ പ്രവർത്തനം, അതുപോലെ തന്നെ മസിൽസിൻ്റെ പ്രവർത്തനം, ബ്രെയിനിൻ്റെ പ്രവർത്തനം, ഇതൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ ഞരവിൻ്റെ പ്രവർത്തനം നല്ല രീതിയിൽ ഉണ്ടാവണം. അപ്പോൾ ഇത് ആർക്കൊക്കെ ബാധിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ലോങ് ടൈം ഡയബറ്റിക് കണ്ടീഷനുള്ള ആൾക്കാർക്ക് ഇത് വരാം. അതുപോലെ ബ്ലഡ് ഷുഗർ കാരണം പല രീതിയിലുള്ള ഡയബറ്റിക് ഇഷ്യൂസ്, വേറെ വെച്ചാൽ ഡയബറ്റിക് കണ്ടീഷൻ ബോഡിയിൽ വരുമ്പോൾ B12 കുറവുള്ളവർക്ക് ഞരവിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാം. B1, B6, B9 അതുപോലെ തന്നെ
ഫോളിക് ആസിഡിൻ്റെ കുറവുള്ളവർക്കും നെർവ് ഹെൽത്തിനെ ബാധിക്കാറുണ്ട്. നെർവ് ഇഞ്ചുറി ഉള്ളവർക്കും നെർവ് ഹെൽത്തിന് ഇഷ്യൂസ് വരാം. ബ്ലഡ് സർക്കുലേഷൻ കുറവുള്ളവർക്കും നെർവ് ഹെൽത്തിനെ ഇത് ബാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ നമ്മൾ എലമെൻറ്റ്സ് വെൽനസ്സിന് ഉൽപ്പന്നമായ നെർവ് എനർജി വാങ്ങി ഉപയോഗിക്കാം. അപ്പോൾ നെർവ് എനർജി നമ്മളെ നെർവുമായി ബന്ധപ്പെട്ട അസുഖത്തിന് കഴിക്കാനുള്ളൊരു ഉൽപ്പന്നമല്ല, നെർവിന് എനർജി കൊടുക്കാനുള്ള ഒരു ഉൽപ്പന്നമാണ്. അപ്പോൾ നല്ലൊരു എനർജി കൊടുക്കുമ്പോൾ നെർവിൻ്റെ പ്രവർത്തനം നല്ല രീതിയിൽ നടക്കും. അപ്പം നമ്മൾ നെർവിൻ്റെ എനർജിക്ക് വേണ്ടി ഈ സപ്ലിമെൻറ്റ്സ് വാങ്ങി ഉപയോഗിക്കുക. നല്ലൊരു ഉൽപ്പന്നമാണ്. നമ്മൾ ശരീരത്തിൽ നെർവിൻ്റെ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ നമുക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ വേണ്ടി ഈ സപ്ലിമെൻറ്റ്സ് നല്ല രീതിയിൽ എല്ലാവർക്കും ഉപയോഗപ്പെടുത്തട്ടെ. അപ്പം ഇത് കഴിക്കേണ്ട വിധം, ഡയബറ്റിക് പേഷ്യൻറ്റിന് ഒരു ടാബ്ലറ്റ് 2 നേരം, എന്നുവെച്ചാൽ രാവിലെയും വൈകുന്നേരം, അത് നേരം വെച്ചാൽ ആഫ്റ്റർ ഫുഡ്. ഡയബറ്റിക് പേഷ്യൻറ്റ് അപ്പോൾ ന്യൂറോപ്പതിക്ക് ഇഷ്യൂസ് ഉള്ളവർക്ക്, അപ്പോൾ കൈകാൽ വേദന എല്ലാം ഉള്ളവർക്കാണ്, അവർക്ക് രാവിലെ 2 വൈകിട്ട് 1 കഴിക്കേണ്ടത്. വേറെ എന്ന് വെച്ചാൽ ഡയബറ്റീസ് ഒക്കെ ഇല്ലാത്ത ആൾക്കാർക്ക് ഒരു ടാബ്ലറ്റ് രാവിലെ വൈകുന്നേരം കഴിക്കുക. അങ്ങനെ ഒരു 10 ദിവസം കഴിക്കുക. അതിനുശേഷം ഒരു 10 ദിവസത്തിന് ശേഷം ദിവസം ഓരോ ക്യാപ്സൂൾ കഴിച്ചാൽ മതിയാവും ഇങ്ങനെയുള്ളവർക്ക്. അപ്പോൾ ഒരു 3 മാസം കണ്ടിന്യൂ ചെയ്ത് കഴിക്കുക. 3 മാസത്തിന് ശേഷം 1 മാസം ഗ്യാപ്പ് കൊടുക്കുക. പിന്നീട് വേണമെങ്കിൽ നമുക്ക് അത്യാവശ്യം ഇത് വാങ്ങി ഉപയോഗിക്കാം. അപ്പോൾ പ്രഗ്നൻസി ആയ ലേഡീസിന് ഈ ഒരു ഉൽപ്പന്നം കഴിക്കരുത്. അതുപോലെ തന്നെ ഇത് ഭക്ഷണം കഴിച്ചതിന് ശേഷമേ കഴിക്കാവൂ. അപ്പം ഇത് കഴിക്കുന്നതിലൂടെ നല്ലോണം വെള്ളം കുടിക്കുക. അപ്പം ഇത്രയാണ് നെർവ് സംബന്ധമായിട്ടുള്ള ഈ പ്രോട്ടീനെ കുറിച്ച് സംസാരിക്കാനുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മളെ നെർവിനെ നല്ലൊരു എനർജിക്കായി കൊണ്ടുവരാൻ എല്ലാവരും ഈ സപ്ലിമെൻറ്റ്സ് വാങ്ങി ഉപയോഗിക്കുക. താങ്ക് യു.